എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് രാഹുൽ കെ പിയുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങളെല്ലാം കേട്ടൊരു കാര്യമായിരിക്കും. രാഹുൽ കെ പി ക്ലബ്ബ് വിടാൻ പോവുകയാണ്. ഇത് ഇന്നലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ബട്ട് ഇന്ന് മനോരമ, ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പോർട്ടർ തുടങ്ങിയുള്ള വലിയ വലിയ ചാനലുകളിൽ റിപ്പോർട്ട് വന്നതോടെ ഏതാണ്ടൊക്കെ കൺഫേമായി അദ്ദേഹം ക്ലബ്ബ് വിടുമെന്നുള്ള കാര്യം. എന്തായാലും വലിയൊരു ട്രാൻസ്ഫർ ഫീ ഒക്കെ മുടക്കിയായിരിക്കാം അദ്ദേഹത്തിന് എന്താ പറയുക മറ്റ് ക്ലബ്ബുകൾക്ക് കൊടുക്കാനുള്ള സാധ്യത. ഒഡീഷ എഫ് സി ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഹൈദരാബാദും ചെന്നൈയിൻ എഫ് സി ഒക്കെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടെന്നും കേൾക്കുന്നു. സോ എന്തായാലും ഒഡീഷ എഫ് സിയിലേക്കായിരിക്കാം അദ്ദേഹം പോകുന്നത്. സോ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം. വാണ്ടർ ലൂയിസ് ഡയസ് എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഗൂഗിളെ കേരള എഫ് സി ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് ഇതിനൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അവസാനമായിട്ട് കളിച്ചിരിക്കുന്നത് തായ് സെക്കൻഡ് ഡിവിഷൻ ലീഗിലാണ്. അതുപോലെ 10ഓളം ഗോൾ അടിച്ചു. അതുപോലെ തന്നെ എന്താ പറയുക വിയറ്റ്നാം ലീഗിലും കളിച്ച് അവിടെയും നല്ല ഗോൾ അടിക്കുന്നൊരു താരമാണ് അദ്ദേഹം. എന്തായാലും വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സൈനിങ് ആണ്. ആ ഒരു ഐ ലീഗ് ലെവലിലേക്ക് നോക്കുമ്പോൾ എന്തായാലും നമ്മുടെ സെൻട്രൽ ഫോർവേഡ് പൊസിഷൻ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ ബാലി ദേശീയ ടീം താരത്തിനെ കൊണ്ടുവന്ന് ആഫ്രിക്കയിലേക്ക് കളിച്ച്. സോ അദ്ദേഹം വന്നിട്ടും പ്രത്യേകിച്ചൊന്നും കാര്യമില്ലായിരുന്നു. അദ്ദേഹം ഈസി ചാൻസസ് വരെ മിസ്സാക്കുകയാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്ലെയറിൻ്റെ ആവശ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 4ാമത്തെ ഫോറിനറിനെയാണ് കൊണ്ടുവരുന്നത്. അതായത് ആദ്യത്തെ 2 ഫോറിനറിനെ കൊണ്ടുവന്നു. അവർ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐ ലീഗിന് മുന്നേ തന്നെ പറഞ്ഞു വിട്ടു. അതുപോലെ അത് കഴിഞ്ഞൊരു ഫോറിനറെ കൊണ്ടുവന്നു. അദ്ദേഹം മികച്ച രീതിയിൽ കളിക്കുന്നില്ല. ചിലപ്പോൾ അദ്ദേഹം ടീമിൽ തന്നെ ഉണ്ട്. ഇതിലും അടുത്തൊരു സൈനിങ് ആയിരിക്കാം ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.